ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നു പൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അസൈൻമെൻറ്റിലും അതേപോലെ തന്നെ നമ്മൾ എക്സാമിലും എത്ര മാർക്ക് വാങ്ങിയാലാണ് പാസ്സാവാൻ പറ്റുക എന്നുള്ളതാണ്. എക്സാമിൻ്റെ മാർക്ക് നോക്കുകയാണെങ്കിൽ ബാച്ചിലേഴ്സിന് വേറെയും മാസ്റ്റേഴ്സിന് വേറെയാണ്. ബാച്ചിലേഴ്സിന് 35% പാസ്സാവാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ ക്രെഡിറ്റ് ഉണ്ട്. അതിപ്പോൾ ബാച്ചിലേഴ്സ് പറയുകയാണെങ്കിൽ മിനിമം 2 ക്രെഡിറ്റ് ആണ്. അതെങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നു സമർത്ഥത്തിൽ ലോഗിൻ ആയിട്ട് നമ്മൾ എടുത്ത കോഴ്സിൻ്റെ അവിടെ സബ്ജക്റ്റ് കാണാനായിട്ട് പറ്റും. സബ്ജക്റ്റിന് നേരെ തന്നെ അതെത്ര ക്രെഡിറ്റ് ആണെന്നും കാണാൻ പറ്റും. അപ്പം 2 ക്രെഡിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ടോട്ടൽ 25 മാർക്കിനായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പം 25-ന് മിനിമം എത്ര പാസ്സാവാനായിട്ട് 9 ആണ് വരുന്നത്. 4 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 50 മാർക്കാണ് വരിക. അവിടെ 18 മാർക്ക് വേണം പാസ്സാവാനായിട്ട്. 6 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 75 ആണ്. അതിനകത്ത് 27 മാർക്ക് വേണം പാസ്സാവാനായിട്ട്. 100 ആണെങ്കിൽ 35 മാർക്ക് വേണം പാസ്സാവാനായിട്ട്. അപ്പം ഇങ്ങനെയാണ് ബാച്ചിലേഴ്സിൻ്റെ കണക്ക് വരുന്നത്. ഇനി മാസ്റ്റേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ മിനിമം നമുക്ക് 40% മാർക്കാണ് വേണ്ടത്. ബാച്ചിലേഴ്സിന് 35 ആണെങ്കിൽ മാസ്റ്റേഴ്സിന് 40 ആണ്. അപ്പം മാസ്റ്റേഴ്സിലോട്ട് വരുമ്പം ഈ ക്രെഡിറ്റ് മിനിമം 4 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റാണ് ഉള്ളത്. അപ്പോൾ 4 ക്രെഡിറ്റ് ഉള്ള ഒന്നാണെങ്കിൽ 50 മാർക്ക് ഔട്ട് ഓഫ് 50 മാർക്കിൽ 20 മാർക്സ് നമുക്ക് മിനിമം വേണം പാസ്സാവാനായിട്ട്. ഇനി 8 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 100-ൽ 40 മാർക്ക് വേണം നമുക്ക് പാസ്സാവാനായിട്ട്. അടുത്തത് നമുക്ക് അസൈൻമെൻറ്റ് നോക്കാം. അസൈൻമെൻറ്റ് ആണെങ്കിൽ 100-ലാണ് ഉണ്ടാവുക. അതിൽ 35 മാർക്ക് വേണം നമുക്ക് പാസ്സാവാനായിട്ട്. പാസ്സായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഗ്രേഡ് കാർഡ് നോക്കാം. ഗ്രേഡ് കാർഡ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റിൻ്റെയും അതേപോലെ എക്സാമിൻ്റെയും എല്ലാം റിസൾട്ട് വരുന്ന ഒരു ഇതാണ്. ഗ്രേഡ് കാർഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ എഴുതിയിട്ടുള്ള എല്ലാ ഇയർത്തിയും അതിലുണ്ടാവും. അപ്പോൾ ഗ്രേഡ് കാർഡിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 70% ഓഫ് TE, അതായത് എക്സാമിൻ്റെ മാർക്ക് 70%, 30% ഓഫ് അസൈൻമെൻറ്റും കൂട്ടുമ്പോൾ ടോട്ടൽ നമുക്ക് 40%-ൻ്റെ മേലെ മാർക്ക് വേണം. എന്നാലാണ് പാസ്സാവാനായിട്ട് പറ്റത്തുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് എക്സാം എഴുതിയിട്ട് 60 മാർക്ക് ലഭിച്ചു, അസൈൻമെൻറ്റിന് 50 മാർക്ക് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ 70% ആണ് നമ്മുടെ എക്സാമിൻ്റെ മാർക്കിന് വേണ്ടത്. അപ്പം 60-ൻ്റെ 70% എത്രയാണ്? 42. അതേപോലെ അസൈൻമെൻറ്റ് 30%, അതായത് 50 മാർക്കാണ് കിട്ടിയിട്ടുള്ള അതിൻ്റെ 30% 15. അങ്ങനെയാണെങ്കിൽ ഈ 42-ഉം 15-ഉം കൂട്ടി എത്ര? 57. അതെന്താണ്? 40%-നേക്കാട്ടിലും കൂടുതലാണ്. അതായത് 40% നമ്മൾ 100-ലാണ് എടുക്കുന്നത്. അപ്പോൾ 100-ൽ 40%-നേക്കാട്ടിലും കൂടുതലാണ്. അതുകൊണ്ട് ആ സ്റ്റുഡൻറ്റ് പാസ്സായി. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് പാസിങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം. ഇതുപോലത്തെ ഇഗ്നു കോൺടൻറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.